വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു DNA മോളിക്യൂളിനെ ക്യാരി ചെയ്യുന്ന ഒരു കാരിയർ ആണ്. ആൻഡ് ദാറ്റ് ക്യാൻ സെർവ് ആസ് എൻ ഇന്റർമീഡിയറ്റ് gene carrier in the transport of a desired gene to a host cell for recombination. ഹോസ്റ്റ് സെല്ലിലേക്ക് ഡിസൈഡ് ജീൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കാരിയർ ആണ് വെക്ടർ. ഇതാണ് ഒരു വെക്ടറിൻ്റെ സ്ട്രക്ചർ. ഇതൊരു പ്ലാസ്മിഡ് വെക്ടർ ആണ്. പ്ലാസ്മിഡ് മീൻസ് ബാക്ടീരിയയുടെ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഈ സർക്കുലർ ഷേപ്പിൽ കാണുന്നത്. ദെൻ അതിൽ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ടാവും. ആ റെസ്ട്രിക്ഷൻ സൈറ്റ്സിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് കട്ട് ചെയ്യും. ഈ ഒരു ഏരിയയിലേക്കാണ് നമുക്ക് ഏത് ജീനാണോ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡിസൈഡ് ജീൻ ഇവിടെ നമ്മൾ ലിഗേറ്റ് ചെയ്യും. ഇതാ ഇപ്പോൾ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തിട്ടുള്ള വെക്ടറാണിത്. ഈ വെക്ടറാണ് ദെൻ ഇനിയൊരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ വെക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്ന DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യും. ചില വെക്ടേഴ്സ് ക്ലോണിങ് വെഹിക്കിൾസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഈ ജീൻ ക്ലോണിങ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് ക്ലോണിങ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലോണിങ് വെക്ടേഴ്സിന് നമ്മളൊരു ലിവിങ് ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ്, അതായത് ആ ഒരു വെക്ടർ റിപ്ലിക്കേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ തന്നെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ഉണ്ടാക്കും. നെക്സ്റ്റ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് വെക്ടർ ആണ് ക്ലോണിങ് വെക്ടർ. ഒരു ക്ലോൺഡ് DNA സെഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോണിങ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ക്ലോണിങ് വെക്ടേഴ്സിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫോറിൻ DNA എന്ന് പറയുന്നത് അതൊരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ട്രാൻസ്ലേഷൻ നടക്കുന്നതിനെയാണ്, അതായത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു ജീൻ. സോ ക്ലോൺഡ് ജീൻസ്, ക്ലോണിങ് വെക്ടേഴ്സിലുള്ള ക്ലോൺഡ് ജീൻസ് ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു എക്സ്പ്രസ് ദംസെൽസ് ത്രൂ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ജസ്റ്റ് ഒരു ജീനോമിക് ലൈബ്രറി അല്ലെങ്കിൽ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസിക് സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോണിങ് വെക്ടേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് വെക്ടർ ആണ് എക്സ്പ്രഷൻ വെക്ടേഴ്സ്. ആ പേരിൽ തന്നെയുണ്ട്, അവർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യും. So expression vectors allow the expression of the cloned gene to form the protein product. So expression vectors mainly യൂസ് ചെയ്യുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള, അതായത് ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലായിരിക്കും ഈ ക്ലോൺഡ് ജീൻസ് പ്രോട്ടീൻ പ്രോഡക്റ്റ് സിന്തസൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ഈ ക്ലോണിങ് വെക്ടേഴ്സിന് ചില ഫീച്ചേഴ്സ് ഒക്കെ വേണം, എന്നാൽ മാത്രമേ അവർക്ക് ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി സ്മോൾ ഇൻ സൈസ്, അതായത് ഈസി ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്മെംബ്രെയിൻ ട്രാൻസ്പോർട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ക്ലോണിങ് വെക്ടേഴ്സ് എപ്പോഴും സ്മോൾ സൈസ്ഡ് ആയിരിക്കണം. ദെൻ അവർക്ക് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി വേണം, ദാറ്റ് ഈസ് എബിലിറ്റി ഫോർ ഓട്ടോണോമസ് റെപ്ലിക്കേഷൻ. ദെൻ ക്ലോണിങ് വെക്ടേഴ്സിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ DNA ക്യാരി ചെയ്ത് ഒരു ഹോസ്റ്റ് സെൽ ജീനോമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി വേണം ഒരു ക്ലോണിങ് വെക്ടറിന്. ദെൻ ഒരു ക്ലോണിങ് വെക്ടറിന് ഒരു ഓട്ടോണോമസ് റിപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ സൈറ്റ് വേണം, ദാറ്റ് ഈസ് ഒറി സൈറ്റ് വേണം. ദെൻ ക്ലോണിങ് വെക്ടേഴ്സിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിന് വന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് സൈറ്റ്സ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ കട്ട് ചെയ്തിട്ട് DNA ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന DNA മോളിക്യൂളിനെ അല്ലെങ്കിൽ RNA മോളിക്യൂളിനെ അല്ലെങ്കിൽ DNAയുടെ അല്ലെങ്കിൽ RNAയുടെ ഒരു റീജിയനെയാണ് നമ്മൾ റെപ്ലിക്കോൺ എന്ന് പറയുന്നത്. ഈ റെപ്ലിക്കോണിനെ കട്ട് ചെയ്യുന്ന എൻസൈംസ് ആണ് റെപ്ലിക്കേസസ്. ഈ ക്ലോണിങ് വെക്ടേഴ്സിന് റെപ്ലിക്കേസസിന് വന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടിംഗ് സൈറ്റ്സ് ആബ്സെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ റെപ്ലിക്കോൺ കട്ട് ചെയ്ത് പോകും. ദെൻ റെസ്ട്രിക്ഷൻ എൻസൈംസിന് വന്ന് കട്ട് ചെയ്യാൻ പറ്റിയ റെക്കഗ്നീഷൻ സൈറ്റും കട്ടിംഗ് സൈറ്റ്സും ഈ റെപ്ലിക്കോണിന് പുറമേ ആയിരിക്കണം. ദെൻ ക്ലോണിങ് വെക്ടേഴ്സിൽ ഒരു മാർക്കർ ജീൻ്റെ പ്രസൻസ് വേണം, കാരണം ഈ വെക്ടറിന് നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് ഡിസൈഡ് ജീൻ ക്യാരി ചെയ്യുന്ന ഈ ഒരു
വെക്ടറിനെ നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഹോസ്റ്റ് സെല്ലിൽ എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർക്കർ ജീൻ വേണം, അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ ഡിറ്റക്ഷൻ ഓഫ് ദ റീകോമിനന്റ് DNA ഇൻ ദ ഹോസ്റ്റ് സെൽ. ഈ മാർക്കർ ജീനെ വന്നിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ജീനിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് കളയും. ദെൻ ഒരു ക്ലോണിംഗ് വെക്ടറിൽ ട്രാൻസ്ഫർ ജീൻസും മൊബിലൈസിംഗ് ജീൻസും ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് അബൌട്ട് കോമൺ ക്ലോണിംഗ് വെക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്ലാസ്മിഡ് വെക്ടർ. ബാക്ടീരിയയുടെ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ പ്ലാസ്മിഡ്സ് ആർ സ്മോൾ self-duplicating, double-stranded, covalently closed and supercoiled extrachromosomal DNA circles found in most species of bacteria. ഓരോ പ്ലാസ്മിഡ് വെക്ടർ എടുക്കുകയാണെങ്കിലും അതിന് ഓരോ സ്പെസിഫിക് സീക്വൻസസ് ഉണ്ടാകും. പ്ലാസ്മിഡ് വെക്ടറിന് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും. ഇവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരേ സൈറ്റ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്മിഡിന് ഒരിക്കലും ഹോസ്റ്റ് സെല്ലിൽ ചെന്നിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Then another major feature ആണ് presence of several restriction sites. ഒരു പ്ലാസ്മിഡ് വെക്ടറിൽ ഒന്നിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് കാണും. ഈ റെസ്ട്രിക്ഷൻ സൈറ്റ്സിൽ വന്നിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഡോണർ DNA, അതായത് ഫോറിൻ DNA നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ ഒരു പ്ലാസ്മിഡിൽ എപ്പോഴും ഒരു മാർക്കർ ഉണ്ടാകും, എ സെലക്റ്റബിൾ മാർക്കർ ജീൻസ് which confer antibiotic resistance on bacteria. അതായത് ഹോസ്റ്റ് സെല്ലിൽ ഈ ഒരു വെക്ടർ ട്രാൻസ്ഫർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനൊക്കെ. അതാണ് മാർക്കർ ജീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പ്ലാസ്മിഡ് വെക്ടേഴ്സ് മെയിൻലി രണ്ട് ഗ്രൂപ്പ്സിലുണ്ട്, കോൺജുഗേറ്റീവ് ആൻഡ് നോൺ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്സ്. കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്സിൽ ട്രാൻസ്ഫർ ജീൻസും മൊബൈൽ ജീൻസും പ്രസന്റ് ആണ്. സോ ദേ ആർ ഓട്ടോ ട്രാൻസ്മിസിബിൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ജീൻ ക്ലോണിങ്ങിൽ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദേ ആർ കോൾഡ് എഫ് പ്ലാസ്മിഡ്സ്. സോ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്സിനെയാണ് എഫ് പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ നോൺ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് നോട്ട് സെൽഫ് ട്രാൻസ്മിസിബിൾ ആണ്. അതായത് അവർക്ക് ട്രാൻസ്ഫർ ജീൻസ് മൊബൈൽ ജീൻസ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഓട്ടോ ട്രാൻസ്മിസിബിൾ അല്ല. ദേ ആർ നോട്ട് സെൽഫ് ട്രാൻസ്മിസിബിൾ. ഒരു പ്ലാസ്മിഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് an origin of replication, that is ഒരേ സൈറ്റ് ഉണ്ട്. then several restriction sites ഉണ്ട് for the insertion of DNA segments. then ചില ബാക്ടീരിയൽ പ്ലാസ്മിഡ്സിന് മാർക്കർ ജീൻസും പ്രസന്റ് ആയിരിക്കും. അതായത് ഹോസ്റ്റ് സെല്ലിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു മാർക്കർ ജീൻ. അങ്ങനെയുള്ള പ്ലാസ്മിഡ്സിനെയാണ് നമ്മൾ ആർ പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. പ്ലാസ്മിഡ് വെക്ടറിന് ഒരു എക്സാമ്പിൾ ആണ് PBr322. PBr322 പ്ലാസ്മിഡ് വെക്ടറിൽ 4363 ബേസ് പെയർസ് ഉണ്ട് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 528 റെസ്ട്രിക്ഷൻ സൈറ്റ്സ്. അതിന് 2 സെലക്റ്റബിൾ മാർക്കർ ജീൻസ് പ്രസന്റ് ആണ്. ആൻഡ് ദേ ആർ ടെട്രാസൈക്ലിൻ റെസ്ട്രിക്ഷൻ ജീൻ ആൻഡ് ആംപിസിലിൻ റെസ്ട്രിക്ഷൻ ജീൻ. ഇതാണ് ടെട്രാസൈക്ലിൻ റെസ്ട്രിക്ഷൻ ജീൻ ആൻഡ് ദിസ് ഇസ് ആംപിസിലിൻ റെസ്ട്രിക്ഷൻ ജീൻ. ഈ ഒരു PBr322 പ്ലാസ്മിഡ് വെക്ടറിന് ലാർജ് DNA സെഗ്മെന്റ്സ്, അതായത് ഒരു 5 to 10 കിലോ ബേസ് പെയർ സൈസ് ഉള്ള DNA സെഗ്മെന്റ്സ് ക്യാരി ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. PBr322 വെക്ടറിന് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഒരേ സൈറ്റ് ഉണ്ട്. ദെൻ 2 സെലക്റ്റബിൾ മാർക്കർ ജീൻസ് ഉണ്ട്. ദെൻ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ട്. മോർ ദാൻ 40 റെസ്ട്രിക്ഷൻ എൻസൈംസിന് വന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഈ ഒരു PBr322 വെക്ടറിൽ പ്രസന്റ് ആണ്. ദെൻ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. ഒന്ന് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, ദാറ്റ് ഈസ് ഓഫൺ കോൾഡ് ആംപിസിലിൻ ബീറ്റ ലാക്ടമേസ് ജീൻ ആൻഡ് എ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ എന്ന് പറയുന്നത് ആംപിസിലിൻ റെസിസ്റ്റൻസ് പ്രോട്ടീനെയാണ് എൻകോഡ് ചെയ്യുന്നത്. ആൻഡ് tetracycline resistant gene codes for tetracycline resistance protein. Then ഈ ഒരു വെക്ടറിലുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ്സിൽ അബൌട്ട് 11 റെസ്ട്രിക്ഷൻ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനിലാണ് ആൻഡ് 6 വിത്തിൻ ദ ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെക്ടർ ഈസ് TI plasmids, that is tumor inducing plasmids. ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സിനെ നമ്മളൊരു പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലാന്റിൽ
പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഗാൾ ഫോർമേഷൻ. പ്ലാന്റ്സിൽ ക്രൗൺ ഗാൾസ് ഉണ്ടാവാനായിട്ട് കാരണം ഈ ഒരു TA പ്ലാസ്മിഡ്സ് ആണ്. ഇതേപോലെ തന്നെ RI പ്ലാസ്മിഡ്സ് ഉണ്ട്. They are the plasmids of Agrobacterium rhizogenes. Dicot plants hairy growth disease ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്മിഡ് ആണ് RI പ്ലാസ്മിഡ്സ്. TA പ്ലാസ്മിഡ്സിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഫോറിൻ DNA ഇൻറ്റു ഹോസ്റ്റ് സെൽ. Agrobacterium tumefaciensil നിന്നാണ് TA പ്ലാസ്മിഡ്സ് ഐസൊലേറ്റ് ചെയ്യുന്നത്. They are large circular DNA molecule with a length of 200 kilobytes. Agrobacterium tumefaciens പല സ്ട്രെയിൻസിലുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രെയിൻസിലുള്ള അഗ്രോബാക്ടീരിയം ഡിഫറെൻറ്റ് TA പ്ലാസ്മിഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓരോ TA പ്ലാസ്മിഡ്സിലും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്പൈൻസ്. ഒപ്പൈൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഓഫ് അമിനോ ആസിഡ് ഷുഗർ കോൺജുഗേറ്റ് ആണ്. ഓരോ ടൈപ്പ് ഓഫ് TA പ്ലാസ്മിഡ്സിലും ഓരോ ടൈപ്പ് ഓഫ് ഒപ്പൈൻസ് കോഡ് ചെയ്യുന്ന റീജിയൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒപ്പൈൻസ് ആർ വെരി സ്റ്റേബിൾ കെമിക്കൽസ്. പ്ലാന്റ് മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കെമിക്കൽ അല്ല ഒപ്പൈൻസ് എന്ന് പറയുന്നത്. ബട്ട് ദേ പ്രൊവൈഡ് എ സോഴ്സ് ഓഫ് കാർബൺ ആൻഡ് എനർജി വിച്ച് ഓൺലി അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ക്യാൻ യൂസ്. ഒരു പ്ലാന്റിലേക്ക് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എനർജി സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കാർബൺ സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒപ്പൈൻസ് ആണ്. ഇതാണ് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന ക്രൗൺ ഗാൾ ഡിസീസ്. TA പ്ലാസ്മിഡ് ആണ് പ്ലാന്റ്സിൽ ക്രൗൺ ഗാൾ ഫോർമേഷൻ കോസ് ചെയ്യുന്നത്. TA പ്ലാസ്മിഡിലുള്ള ട്രാൻസ്ഫർ DNA, ദാറ്റ് ഈസ് tDNA എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ആണ് പ്ലാന്റിന്റെ ജീനോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഗാൾ ഫോർമേഷൻ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്നത്. TA പ്ലാസ്മിഡ്സിലുള്ള ഈ ഒരു ട്രാൻസ്ഫർ DNA, അതായത് tDNA എന്ന് പറയുന്നത് 25 ബേസ് പെയർസ് ഓഫ് ഡയറക്റ്റ് റിപ്പീറ്റ്സ് വെച്ചിട്ടാണ് ഫ്ലാങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ആ ഒരു ഏരിയയുടെ എൻഡിൽ കാണുന്നത് 25 ബേസ് പെയർ ലെങ്ത് ഉള്ള ഡയറക്റ്റ് റിപ്പീറ്റ്സ് ആണ്. അതിനെയാണ് ബോർഡർ റിപ്പീറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് അഗ്രോബാക്ടീരിയത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് TA പ്ലാസ്മിഡ്സ് ആണ് കാണുന്നത്. പക്ഷേ എല്ലാ TA പ്ലാസ്മിഡ്സിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദേ കണ്ടെയ്ൻ one or more tDNA regions. Then they contain major regions for virulence, origin of replication, conjugation, oncogenicity, catabolism of opines, production of auxin, production of cytokinin, etc. പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ആണ് ഇതെല്ലാം. സൈറ്റോകൈനിൻ, ഓക്സിൻ ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടാകും. ദെൻ എ വിർ റീജിയൻ ഉണ്ടാകും, ദാറ്റ് ഈസ് എ വിറുലൻസ് റീജിയൻ. ദെൻ ഒപ്പൈൻ്റെ കാറ്റബോളിസം നടക്കുന്ന ഒരു റീജിയൻ ഉണ്ടാകും. ദെൻ ഒരു ഓങ്കോജെനസിറ്റി റീജിയൻ ഉണ്ടാകും. അഗ്രോബാക്ടീരിയത്തിൽ നിന്നുള്ള ഈ ഒരു TA പ്ലാസ്മിഡ് പോലെ തന്നെ ചില പ്ലാന്റ് ആൻഡ് ആനിമൽ വൈറസസും ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ സിമിയൻ വൈറസസ് 40, ദാറ്റ് ഈസ് SV40, ബൊവൈൻ പാപ്പിലോമ വൈറസ്, വാക്സീനിയ വൈറസ്, റിട്രോ വൈറസസ് എക്സെട്ര. ഇതെല്ലാം ആനിമൽ വൈറസ് വെക്ടേഴ്സ് ആണ്. ദെൻ ഇതേപോലെ പ്ലാന്റ് വൈറസ് വെക്ടേഴ്സ് ഉണ്ട്. കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്, ടുബാക്കോ മൊസൈക്ക് വൈറസ്, ജെമിനി വൈറസ് എക്സെട്ര. വൈറസ് വെക്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ്ലി ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യാം വൈറസസിന്. സോ അതുവഴി ഇവർക്ക് ഡയറക്റ്റ്ലി ആ ഒരു ജീൻ ഇൻട്രൊഡ്യൂസർ ആകും ഈ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക്. ദെൻ വൈറസസ് കണ്ടെയ്ൻ പവർഫുൾ പ്രൊമോട്ടേഴ്സ് വിച്ച് ആർ വെരി മച്ച് നീഡഡ് ഫോർ ജീൻ എക്സ്പ്രഷൻ. വൈറസസിന് സെൽഫ് റിപ്ലിക്കേഷൻ നടത്തിയിട്ട് ജീൻസ് ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീൻസിൻ്റെ ഹൈ ലെവൽ എക്സ്പ്രഷൻ നടക്കാനായിട്ട് സാധിക്കും. ചില ആനിമൽ വൈറസസ് അവരുടെ DNA ഹോസ്റ്റ് ക്രോമസോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതുവഴി അവരുടെ വൈറൽ ജീനോം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. So all these are the advantages of virus vectors.